കർത്താവും ശിഷ്യന്മാരും നൈൻ എന്ന പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ മാതാവിന് ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകൻ മരിച്ച് ആ ശവശരീരവുമായിട്ട് ആ പട്ടണത്തിന്റെ പുറത്തേക്ക് കടന്നു വരികയാണ്. തികച്ചും ശ്മശാനത്തിലോട്ട് കൊണ്ടുപോകുന്ന ആ വഴിയിൽ വെച്ചാണ് യേശു മഞ്ചല് കാണുന്നതും ഈ മഞ്ചലിന്റെ അടുത്ത് വന്ന് ആ മഞ്ചലിൽ തൊടുകയും മരിച്ചു കിടക്കുന്ന ബാലനെ എഴുന്നേൽപ്പിക്കുകയും താൻ എഴുന്നേറ്റിരിക്കുകയും മാത്രമല്ല സംസാരിക്കുകയും ചെയ്തു. പട്ടണത്തിലൂടെ കടന്നു വരുന്നത് ഈ മകനെ ഒരിക്കൽ കൂടെ ജീവനോടെ കാണാമെന്ന് യാതൊരു പ്രതീക്ഷയും ആ മാതാവിനില്ല, അവിടെ കൂടിയിരിക്കുന്ന ജനത്തിനുമില്ല. വളരെ അപ്രത്യക്ഷമായ ഒരു വലിയൊരു സംഭവമാണ് ആ സമയത്ത് അവിടെ നടക്കുന്നത്. കർത്താവ് അവരുടെ വേദന അറിഞ്ഞ് ആ മരിച്ചു കിടക്കുന്ന ആ ബാലന്റെ അടുത്തേക്ക് ചെല്ലുകയും ആ ബാലന്റെ മഞ്ചലിൽ തൊട്ട് ചുമന്നുകൊണ്ട് പോകുന്നവർ അവിടെ നിന്നു. അവകാശമുള്ളവൻ തൊട്ട് കഴിഞ്ഞപ്പോൾ ചുമന്നുകൊണ്ട് പോകുന്ന ആരായിരുന്നാലും അവിടെ അപ്പോൾ തന്നെ നിശ്ചലമായി നിന്നു. എന്നിട്ട് ആ ബാലനെ എഴുന്നേൽപ്പിച്ചു. ബാലൻ എഴുന്നേറ്റു, ഇരുന്നു, സംസാരിക്കാൻ. തികച്ചും അപ്രത്യക്ഷമായ ഒരു സംഭവമാണ് ആ മാതാവിന്റെ ജീവിതത്തിൽ കർത്താവ് അവൾക്ക് വേണ്ടി ചെയ്തത്. അവൾ ആഗ്രഹിച്ചതല്ല ഇങ്ങനെ ഒരു മകനെ ഇനി എനിക്ക് കിട്ടുമെന്ന്. പ്രിയമുള്ള ദൈവജനമേ, പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലകളിലാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. പലരും നമ്മളോടൊപ്പം കരയാൻ ഉണ്ടാകും, പലരും ആശ്വസിപ്പിക്കുവാനൊക്കെ ഉണ്ടാകും. പക്ഷേ നിശ്ചയമായിട്ടൊരു ആശ്വാസം, ആ വിഷയത്തിനകത്തൊരു തീർപ്പ് അല്ലെങ്കിൽ ഒരു പൂർത്തീകരണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ മാനുഷ്യകരങ്ങളല്ല, ദൈവത്തിന്റെ കരം കൊണ്ട് മാത്രമേ അത് നടക്കത്തുള്ളൂ. കർത്താവ് തൊട്ട് കഴിഞ്ഞാൽ ഏത് മരിച്ച അവസ്ഥയിലായിരുന്നാലും ഏത് ജീവനില്ലാത്ത അവസ്ഥയായിരുന്നാലും ജീവനുള്ളതായിട്ട് തന്നെ പുറത്തു വരിക തന്നെ ചെയ്യും. എത്ര ബന്ധനത്തിലായിരുന്നാലും, ഏത് പ്രശ്നത്തിന് നടുവിലും, ഏത് അസമാധാനത്തിന് നടുവിലായിരുന്നാലും നമ്മുടെ കർത്താവ് വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിനകത്ത് സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, ജീവിതത്തിൽ പ്രത്യാശയുണ്ട്. മുന്നോട്ടുള്ള ഗമനത്തിന് യാതൊരു വിധമായിരിക്കുന്ന മുടക്കവും വരികയില്ല. ഇന്ന് ഹല്ലേലൂയ രാത്രികാലം ഈ ദൈവവചനം വളരെ ശക്തമായി ഹല്ലേലൂയ നമ്മളോട് പ്രബോധിപ്പിക്കുകയാണ്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വിടുതലാകട്ടെ. എല്ലാവരും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.